ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ട് സംസാരിച്ചപ്പം അവൾ പറയുക അവർ ചിലപ്പോൾ ഡിവോഴ്സ് ആയേക്കാന്ന്. എടി പെട്ടെന്ന് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്താ ആക്ച്വലി നടന്നേ? എടി നിനക്കറിയാലോ എനിക്ക് ഹസ്ബൻഡിനെക്കാളും വരുമാനം കുറവാ. പക്ഷെ അവനിപ്പം പറയുന്നത് നമ്മൾ വീട്ടിലെ ചിലവൊക്കെ ഒരേപോലെ എടുക്കണം എന്നാ. ഇതാണോ കാര്യം? എടി ഇതിനൊരു സിമ്പിൾ ഫോമുല ഉണ്ട്, അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. കപ്പിൾസിന് അവരുടെ ജോയിന്റ് എക്സ്പെൻസ് 2 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ആദ്യത്തെ അവർക്ക് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ മൊത്തം ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഒരു 30,000 രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും 15,000 രൂപ വെച്ചോടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പോൾ 15,000 രൂപ ഒരാളുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗമാണെങ്കിൽ അവർക്ക് ഇതിന് പകരം പ്രൊപ്പോർഷണൽ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി രണ്ടാമത് പ്രൊപ്പോർഷണൽ സ്പ്ലിറ്റ് ആണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിന് വരുമാനം അനുസരിച്ച് എക്സ്പെൻസിലേക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളുടെ ഹൗസ് ഹോൾഡ് ഇൻകം വരുന്നത് മാസം ഒരു 1,00,000 രൂപയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ ഒരു പാർട്ട്ണർ 40,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട്, വേറൊരാൾ 60,000 രൂപ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ വരേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ 40,000 രൂപ സമ്പാദിക്കുന്ന പാർട്ട്ണർ 12,000 രൂപയുടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് 40,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 30,000. ഇനിയിപ്പം 60,000 രൂപ സമ്പാദിക്കുന്ന ആൾ 60,000 ഡിവൈഡഡ് ബൈ 1,00,000 ഇൻറ്റു 30,000. അതായത് 18,000 രൂപയുടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഇനി ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 50% നിങ്ങൾക്ക് നീഡ്സിനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നീഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റെന്റ്, ഗ്രോസറീസ്, അതുപോലെ യൂട്ടിലിറ്റീസ് ഒക്കെ. ഇനി 25% നിങ്ങൾക്ക് വാൻസിലേക്ക് മാറ്റാം. അതായത് ട്രാവൽ, എന്റർടൈൻമെന്റ്, പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ. ഇനി ബാക്കി 25% നിങ്ങൾക്ക് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് മാറ്റാം. അതായത് SIPs, ഇൻഷുറൻസ്, അതുപോലെ എമർജൻസി ഫണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ ഒരു നോമിനീനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തണം. അതായത് നിങ്ങളുടെ പാരൻസിനെയോ അല്ലെങ്കിൽ പാർട്ട്ണറിനെയോ ഒക്കെ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്രൊപ്പോർഷൻ സെറ്റ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ 50-50 അല്ലെങ്കിൽ 75% പാരൻസിന്, 25% നിങ്ങളുടെ പാർട്ട്ണർ, അങ്ങനെ. പിന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്കായിട്ട് ഒരു സ്ട്രോങ് എമർജൻസി ഫണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നെ ഷെയർഡ് എക്സ്പെൻസിനായിട്ട് നിങ്ങൾക്ക് ഒരു ജോയിന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഇവിടെ വർക്ക് ആവും. സോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയാണ് എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമൻസിൽ നമ്മളോട് ഷെയർ ചെയ്യാം.